ഒറിജിനൽ വരുന്ന ഈ ഒരു മുല്ലപ്പൂ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറും ക്രേ പേപ്പറും ഒന്നും വെച്ചിട്ടല്ല കേട്ടോ. ഈ ഒരു തുണിയുടെ കവർ യൂസ് ചെയ്തിട്ടാണ്. ഇതിന് ഏകദേശം ഒരു 3.25 ഇഞ്ച് വീതി വേണം കേട്ടോ. 3.25 വേണമെന്നൊന്നുമില്ല, ഒരു 3 ആയാലും മതി. നെക്സ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിരിക്കണം കേട്ടോ. ഫോൾഡ് ചെയ്യണതിന്റെ അളവ് ഒരു 1.25 ആയിക്കോട്ടെ. ഇനി ഇത് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കർവ് ഷേപ്പിലേക്ക് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ 6 കർവ് ഷേപ്പ് മുകൾ ഭാഗത്ത് കിട്ടുന്നതായിരിക്കും. ഈ 6 കർവ് ഷേപ്പാണ് നമ്മുടെ 6 പെറ്റൽസ്. ഓക്കെ, ഇനി 6 പെറ്റൽസ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു ഫ്ലവറിന്റെ ഷേപ്പിലേക്ക് ഒന്ന് ത്രെഡ് യൂസ് ചെയ്തിട്ട് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുല്ലപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ തയ്ക്കുന്ന നൂല് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മുല്ലപ്പൂ കെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 രീതിയിൽ ഇതുപോലെ ഞാൻ മുല്ലപ്പൂ കെട്ടുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുല്ലപ്പൂ നമ്മൾ വാട്ടർ പ്രൂഫ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറും അതുപോലെ തന്നെ ഫെവിക്കോളും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ലെമണിലേക്ക് കുറച്ച് മാത്രം ലൈറ്റ് ഗ്രീനും കൂടി അപ്ലൈ ചെയ്ത് ഇതുപോലൊരു കളറാക്കി എടുക്കുന്നുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്.